അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ രണ്ടാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അതിനു മുമ്പ് കൂട്ടുകാർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിൻ്റെ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദർ സുസാനി രണ്ടാമത്തെ പാഠം മാലുർ റാബിഹ്. മദീനയിലെ ധനികരിൽ ഒരാളായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തുള്ള ബൈറുഹ തോട്ടത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് തൻ്റെ സമ്പത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആ തോട്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ശുദ്ധജലം കുടിക്കാൻ അവിടെ വരുമായിരുന്നു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നതുവരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ബൈറുഹ തോട്ടം അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലം എൻ്റെ നാഥനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നബിയെ, തോട്ടം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബഖീൻ, അത് ലാഭം കിട്ടുന്ന ധനമാണ്. അത് നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്കിടയിൽ ഭാഗിക്കുക. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് ബൈറുഹ തോട്ടം കുടുംബങ്ങൾക്ക് ഭാഗിച്ചു നൽകി. അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നവർ പരീക്ഷണത്തിൽ വിജയിക്കും. അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്നവർ പരാജയപ്പെടും. പള്ളി മദ്രസ പരിപാലനം, ദാനധർമ്മങ്ങൾ, കുടിവെള്ളം നൽകൽ, സാന്ത്വന പ്രവർത്തനം തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്കും രോഗികളെ ചികിത്സിക്കാനും മറ്റും ചെലവഴിക്കുന്നത് പുണ്യകർമ്മമാണ്. ഇത്തരം നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നവരെ അല്ലാഹു തആല സഹായിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ദാനം ചെയ്താൽ എന്താണ് ലഭിക്കുക? അഹ്മദ് കബീർ ചോദിച്ചു. ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സമ്പത്ത് വർദ്ധിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും, ഇഹലോകത്ത് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും. ദാനം ചെയ്യുന്നതിലൂടെ അല്ലാഹു തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാവൂ. പ്രശസ്തിയോ ഐഹിക നേട്ടങ്ങളോ ആഗ്രഹിക്കാൻ പാടില്ല. ദുരാഗ്രഹങ്ങൾ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും. രഹസ്യമായി ചെയ്യുന്ന സ്വതക്കയ്ക്ക് പ്രതിഫലം കൂടുതലാണ്. പിശുക്ക് ഒരു ദുർഗുണമാണ്. നല്ല കാര്യത്തിൽ പണം ചെലവഴിക്കുന്നതിനെ അത് തടയും. സമ്പത്തിനോടുള്ള ആർത്തി, അല്ലാഹു തആല നൽകുന്നതാണെന്ന ചിന്തയുടെ കുറവ്, ദാരിദ്ര്യഭയം തുടങ്ങിയവ പിശുക്കിന്റെ കാരണങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫൻ, അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫൻ. അല്ലാഹുവേ, ദാനം നൽകുന്നവർക്ക് നീ പകരം നൽകണമേ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ നാശം നൽകണമേ എന്ന് നിത്യവും 2 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത്തഖുന്നാര വലൗ ബിശിക്കി തംറത്തിൻ. ഒരു കാരക്കച്ചീന്ത് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റ വ നഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്.
മാലുർ റാബിഹ്, ലാഭം നൽകുന്ന സമ്പത്ത്. അഴ്താ, നൽകി. ബൈറുഹാ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഉടമസ്ഥതയിൽ മദീനയിൽ ഉണ്ടായിരുന്ന മികച്ച ഈത്തപ്പന തോട്ടം. ബിർറുൻ, പുണ്യം. ബഖിൻ, ബഖിൻ, ബേഷ്, ബേഷ്. സദഖ, ദാനം. ബലാഉൻ, പരീക്ഷണം. മുൻഫിഖുൻ, ചെലവഴിക്കുന്നവൻ. അൻഫഖ, ചെലവഴിച്ചു. ഖലഫുൻ, അഭിവൃദ്ധി, അതായത് പകരം. മുംസിക്കുൻ, പിശുക്കൻ. തൊലഫുൻ, നാശം. ഫാസ, വിജയിച്ചു. ബുഖുലുൻ, പിശുക്ക്. ഖസിറ, പരാജയപ്പെട്ടു. ലാ യുഹിബ്ബുല്ലാ, അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. ഇസ്രാഫുൻ, ധൂർത്ത്. ബലിയ, ആപത്ത്. സിറുൻ, രഹസ്യം. ജഹറുൻ, പരസ്യം. ഹിർസുൻ, ആർത്തി. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. ബഖീൻ, ബഖീൻ, ഇത് ആരോട് എപ്പോൾ പറഞ്ഞു ആ സന്ദർഭം വ്യക്തമാക്കണം. അപ്പൊ നോക്കൂ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നത് വരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ബൈറുഹാ തോട്ടം അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലം എൻ്റെ നാഥനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നബിയെ, തോട്ടം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബഖീൻ, ബഖീൻ, അത് ലാഭം കിട്ടുന്ന ധനമാണ്. അത് നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്കിടയിൽ ഭാഗിക്കുക. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്ന്, അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകിയത് എന്തിനാണ്? ഉത്തരം, അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. 2, സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല. എങ്ങനെയെല്ലാം? ഉത്തരം, സമ്പത്ത് അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കാൻ പാടില്ല. 3, ദാനധർമ്മങ്ങൾ നൽകേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എഴുതുക. ഉത്തരം: 1, പള്ളി മദ്രസ പരിപാലനം. 2, കുടിവെള്ളം നൽകൽ. 3, സാന്ത്വന പ്രവർത്തനം. 4, രോഗചികിത്സ സഹായം. 5, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം തുടങ്ങിയവ. 4, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിന്റെ പേരെന്ത്? ഉത്തരം: ബൈറുഹാ. 5, എപ്പോഴാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ തോട്ടം സംഭാവന നൽകിയത്? ഉത്തരം: ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നതുവരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയപ്പോഴായിരുന്നു. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം തഖ്സീസ്. നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ടോ? അനുഭവം എഴുതുക. ഇതെല്ലാം കൂട്ടുകാർ തന്നെ എഴുതേണ്ട വർക്കാണ്. നിങ്ങൾ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം എടുത്ത് എഴുതുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.